ഹലോ നമസ്കാരം. LG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി നമുക്ക് വേണ്ടത് ജ്വല്ലറി വയർ ആണ് കേട്ടോ. അപ്പോൾ ജ്വല്ലറി വയറിലേക്ക് ആദ്യം 10 ഗോൾഡൻ സീഡ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജ്വല്ലറി വയർ എടുക്കുമ്പോൾ ഇത്തിരി അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ 10 ഗോൾഡൻ സീഡ് ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും ഒപ്പേക്ക് സീഡ് ബീഡ്സ് ആണ് കേട്ടോ. 10 ഗോൾഡൻ ബീഡ്സ് ആഡ് ചെയ്തതിന് ശേഷം 50 ബ്ലൂ ബീഡ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഞാൻ വലിയ കാര്യത്തിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അടുത്ത് വന്നിരുന്ന് കുളിയും നനയൊക്കെയാണ് കേട്ടോ. ആളെ ഉറങ്ങാൻ പോകുമായിരുന്നു. അതിന് മുൻപുള്ള കുളിയാണ് ഈ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗോൾഡൻ ബീഡ് ഞാൻ 10 ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പൊ അതേ അടുത്ത ആള് വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ 50 കോർത്തെടുത്തു കേട്ടോ. അതിനുശേഷം അതിന്റെ ബാക്കിലും 10 ഗോൾഡൻ ബീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒരു സ്ട്രാൻഡ് കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ 4 ഉണ്ടാക്കിയെടുക്കണേ. അതുപോലെ ഞാൻ 4 കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കമ്മൽ ഉണ്ടാക്കാൻ 4 വേണ്ടത്. ഇനി ഇതുപോലെ തന്നെ 4 വേറെയും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമുക്ക് 4 സ്ട്രാൻഡ്സും ഒരുമിച്ച് പിടിച്ചിട്ട് രണ്ടറ്റവും ടൈറ്റ് ആയിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഒട്ടും ഗ്യാപ്പ് ഇടാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. എന്നാലേ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ കമ്മൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും. അപ്പൊ ഇവിടെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നത്. ഇതല്ലാതെ നോസ് പ്ലയർ ഉപയോഗിച്ച് നമുക്ക് പിരിച്ചു കൊടുക്കാവുന്നതാണ്. ഒരറ്റം ചെയ്യുന്നത് തന്നെ രണ്ടാമത്തെ അറ്റവും ഞാൻ അതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ എക്സ്ട്രാ കുറച്ച് തുമ്പ് വരില്ലേ, അത് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് ടൈറ്റ് ആയിട്ട് പിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ കമ്മലിന്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോകും. അപ്പോൾ എനിക്കിതുപോലെ അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണേ. ഇനി നമുക്ക് രണ്ടറ്റവും കൂടി ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം കേട്ടോ. ഇത് പറഞ്ഞതുപോലെ ആ ഗോൾഡൻ ബീഡ്സ് രണ്ട് സൈഡിലും 10 വീതവും ബാക്കി ബ്ലൂ ബീഡ്സ് 50 വീതമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്തിരി ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 50 എടുത്തത്. ഇത് 30 അല്ലെങ്കിൽ 40 വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലവണ്ണം ടൈറ്റായി ട്വിസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് അറ്റത്ത് ഇത്തിരി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ഫിഷ് ഹുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു 3-4 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് പിൻട്രസ്റ്റിൽ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്തതാണ്. ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 3-4 പ്രാവശ്യം ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയുവാണ്. എന്നിട്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് നന്നായിട്ട് ആ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന കമ്പികളില്ലേ അതൊന്ന് അമർത്തി കൊടുക്കുവാണ്. അങ്ങനെ ഒരു കമ്മലിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അങ്ങനത്തെ രണ്ടാമത്തെ കമ്മൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മലിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.